ഹലോ ഗായ്സ്, ഇന്ന് ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഒരു 4 മണിക്കൊക്കെ നീച്ച് റെഡിയായി, ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും റെഡിയായി കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ചിക്ക്മാംഗ്ലൂരിലേക്കാണ്. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും ബസ്സിൽ കയറി റെഡിയായി. ഗായ്സ്, അപ്പോൾ ഡേ 3 ആണ്. ഞാനാണ് പറയുന്നത്, കാരണം അഫ്നക്ക് വോയിസ് ഇല്ല ഗൈസ്. പിന്നെ എല്ലാവർക്കും വോയിസ് ഇല്ല, എന്നാലും തീരല്ല. ഇന്നലെ മുതൽ എങ്ങനെ സംസാരിക്കണേ, അങ്ങനെയാണ് സംസാരിക്കണേ. പിന്നെ ഇന്ന് ഡേ 3 ആണ്. ഞങ്ങള് ഇപ്പോൾ സമയം 6 മണി. ഞങ്ങൾ 4 മണിക്ക് നീച്ച് മാറ്റി മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴാണ് പോണത്, കാരണം ബസ് ഇപ്പോഴാണ് സെറ്റ് ആയത്. പിന്നെ ഞങ്ങളിന്ന് പോണത് ഇങ്ങോട്ട് ഓഫ് ടു ചിക്ക്മാംഗ്ലൂർ. ഗൈസ് ബൈ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളിലേക്ക് എത്തിയപ്പോഴാണ് എല്ലാവർക്കും ഒരു എനർജി ഫില്ലായത്. ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. പൂരി, കറി, കേസരി, വട, പിന്നെ ബ്രെഡ് ജാമൊക്കെ ഉണ്ടായിരുന്നു. അതും കഴിക്കാൻ വേണ്ടവർക്കൊക്കെ അപ്പോൾ അടിപൊളിയായിരുന്നു അതൊക്കെ. പിന്നെ കട്ട് ഫ്രൂട്ട്സും കിട്ടിയിരുന്നു കേട്ടോ അവിടുന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ട്രെക്കിങ്ങിനാണ്. ഈ ഒരു ദിവസത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാൻ ട്രെക്കിംഗ് കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു 7 മണി വരെ ഞങ്ങൾക്ക് ട്രെക്കിംഗ് ആയിരുന്നു. പേടിയുണ്ടോ? പേടിയുണ്ടോ? ഭയമിരിക്കാ? ട്രെക്കിങ് പോവുകയാണെങ്കിലും ഓരോ വ്യൂ പോയിന്റും സൈറ്റൊക്കെ ഞങ്ങൾ നിർത്തിങ്ങാണ്ട് അത് കണ്ടിട്ടാട്ടോ പിന്നെ പോയിരുന്നത്. இப்போ நம்ம எங்கே இருக்கோம் பார்த்தீங்கன்னா சிக்மங்களூரில் இருக்கோம். அந்த டிரைவர் என்ன சொன்னாருன்னா எங்கேயும் கொண்டு வந்து நிப்பாட்டிட்டாரு, ஆனால் எங்கே நிப்பாட்டினாருன்னு தெரியல. சுற்றிட்டு இருக்கோம், தொலாவிட்டு இருக்கோம், என்னவோ கிடைக்குமான்னு ஒன்றும் கிடைக்கல. மறுபடியும் இப்போ மலை ஏறிட்டு வந்துட்டு நெக்ஸ்ட் வீடியோவில் உங்களுக்கு பார்க்குறேன். ട്രാൻസ്ലേഷൻ വേണ്ടവർ ഒന്നാമർത്തുക. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ ആ ജീപ്പിലാണെങ്കിൽ ഇവിടെ ഫുള്ള് തെണ്ടണത്. இப்போ ஏதோ സ്ഥലത്ത് നിർത്തിക്കാം. இப்போ வந்து சிக்மங்களூர் வந்திருக்கோம். சிக்மங்களூருக்கு எதுக்கு ட்ரெக்கிங் போக வந்திருக்கோம். ஓகே, നമ്മൾ ഇത് വണ്ടിയിലാ ട്രെക്കിംഗ്. നമ്മളെ വണ്ടിയിൽ ആരൊക്കെ ഉണ്ട് പറയും? புரியல. നമ്മളെ വണ്ടിയിൽ ആരെല്ലാം ഇരിക്ക്? അതാണ് ഞങ്ങളുടെ വണ്ടി പോട്ടെ ഗൈസ്. ഞങ്ങളാണ് മുന്നിൽ, എല്ലാവരും കുറേ ബാക്കിലാണ്. ഇത്ര ബാക്കിലാണ്. ഞങ്ങൾക്ക് മൊത്തത്തിൽ ട്രെക്കിങ്ങിൻ്റെ ഇടയിൽ 7 6 വ്യൂ പോയിന്റ് സൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കറങ്ങി കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. അതിൽ ഒരു സ്ഥലത്തേക്ക് ഫോൺ എടുക്കാൻ പറ്റിയിരുന്നില്ല, അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു. ബാക്കിയൊക്കെ ഇങ്ങനെ ഓരോ മലയുടെ പോലെ ഒരു മേലെയൊക്കെയുള്ള ഓരോ വ്യൂ പോയിന്റും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ജീപ്പായിരുന്നു. പിന്നെ അതിനേക്കാളും അടിപൊളി ഞങ്ങളുടെ ഡ്രൈവറായിരുന്നു കേട്ടോ. ഡ്രൈവർ പിന്നെ ഒന്നും പറയല്ല, ഈ ട്രെക്കിങ്ങിൻ്റെ ഡേൻ്റെ അടിപൊളിയാക്കല ഫുൾ ക്രെഡിറ്റ് ഞങ്ങളുടെ ഡ്രൈവർക്കാണ്. പിന്നെ ഓരോ സൈറ്റിലെത്തുമ്പോൾ ഞങ്ങളുടെ പാട്ട് ഡാൻസ് കളിക്കുന്നു, റീൽസ് എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. മൊത്തത്തിൽ ആ ട്രെക്കിങ്ങിൻ്റെ ഡേ ഒരു അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വണ്ടിയിലിരുന്നത് ജീവൻ പണയം വെച്ചിട്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഡ്രൈവറാണെങ്കിൽ നല്ല വൈബാക്കാൻ വേണ്ടി നല്ല വെറുതെ ഇരുന്ന് കുളിക്കായിരുന്നു കേട്ടോ വണ്ടി. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു സൈറ്റ് ഉണ്ടായിരുന്നു സിപ്പ് ലൈൻ കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ കയറുന്ന എക്സ്പീരിയൻസ് ചെയ്തു, അത് അടിപൊളിയായിരുന്നു. കുറച്ചുള്ളെങ്കിലും വെറുതെ ഫ്രണ്ട്സുകളുടെ കൂടെയൊക്കെ സിപ്പ് ലൈനിൽ പോകാറ് രസമല്ലേ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ പേര് കയറി, കുറേ പേര് കയറിയില്ല. അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ സിപ്പ് ലൈൻ കയറി അഭിപ്രായം ചോദിച്ചിരുന്നു. പക്ഷെ എല്ലാവരും പോകാനായിട്ട് എനിക്ക് പുതിയായിട്ട് പോയി. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഒരു എക്സ്പീരിയൻസ് ഇല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. അതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് താഴത്തേക്കൊക്കെ നോക്കുമ്പോൾ ഇഷ്ടമായിരുന്നു. പേടിയൊന്നുമില്ല, താഴത്തേക്ക് നോക്കണം, എന്നാലും നമുക്ക് രസം അറിയുള്ളൂ. പ്രകൃതി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. മാമിന്റെ എക്സ്പീരിയൻസ് പറയും. വെരി ഗുഡ് എക്സ്പീരിയൻസ്, വെരി ഗുഡ്, വെരി ഗുഡ്, അടിപൊളി. It was very good experience. It was adventurous experience. ഇതിൻ്റെ ഇടയിൽ കൂടി ലഞ്ചിന് ടൈം ആയിട്ട് അപ്പോൾ ഞങ്ങൾ ഒരു വ്യൂ പോയിന്റ് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡിന് നെയ്ച്ചോറും കറിയും ഫ്രൈയും ഒക്കെ ആയിരുന്നു. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ 4 ദിവസം നെയ്ച്ചോറായപ്പോൾ ലാസ്റ്റ് ദിവസമായപ്പോൾ മടുപ്പ് വന്നിരുന്നു. ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ വണ്ടി കയറി. ഇത്രയും കഴിച്ചിട്ട് ഈ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ കഴിച്ചത് ഫുള്ള് പുറത്തൊക്കെ വരുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഡ്രൈവർ നല്ല കെയറിങ് ഉള്ളതുകൊണ്ടായതുകൊണ്ട് ആ ഒരു പ്രശ്നമൊന്നും വന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് നല്ലൊരു അടിപൊളി മൗണ്ടൈൻ്റെ മേലേക്കായിരുന്നു. നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ആയിരുന്നു. ഞങ്ങൾ അതിൽ തന്നെ പോയിട്ട് അറിയാലോ, ഫസ്റ്റ് തന്നെ പോയിട്ട് കട്ട് ഫ്രൂട്ട്സ് കഴിച്ചു, കരിക്ക് കഴിച്ചു. ഇതാണ് ഞങ്ങളെ ട്രെക്കിംഗ് ഡ്രൈവർ. നല്ല വൈബാണ്. ഒരേ പൊളിയായിരുന്നു.
അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ട്രെക്കിങ് കഴിഞ്ഞു. എത്ര പെട്ടെന്ന് ടൈം പോയെന്ന് പറയും. ട്രെക്കിങ്ങിൽ ടൈമേ അറിഞ്ഞില്ല. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ട്രിപ്പിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ടുള്ള ക്യാമ്പ് ഫയർ ആണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് ബസ്സിൽ. ക്യാമ്പ് ഫയർ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അത്ര പോലെയായിരുന്നു. ഇത് ഇല്ലതിൽ വെച്ച് ഏറ്റവും ബോറായിരുന്നു ക്യാമ്പ് ഫയർ. എന്നാലും ലാസ്റ്റ് പാർട്ടല്ലേ, നമ്മൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട്, അപ്പോഴും ഫുഡ് നെയ്ച്ചോറ് തന്നെ ആയിരുന്നു കേട്ടോ. നെയ്ച്ചോറും ചപ്പാത്തി അങ്ങനെ എന്തൊക്കെയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേന്ന് രാവിലെ കോളേജിലേക്ക് എത്തിയപ്പോൾ ഒരു 9 മണി 10 മണിയൊക്കെ ആയിരുന്നു. ഫൈനലി ഗൈസ് ട്രിപ്പ് കഴിഞ്ഞു. ഞങ്ങൾ കോളേജിലെത്തി. ട്രിപ്പ് അടിപൊളിയാണ്. അങ്ങനെ ട്രിപ്പും കഴിഞ്ഞു, ട്രിപ്പിൻ്റെ വ്ളോഗും കഴിഞ്ഞു. ഇതാ ഞങ്ങളുടെ ബസ് പോവുകയാണ്. ബൈ.